മിഷൻ ബേലൂർ മക്നയിലേക്കാണ് നമ്മൾ ന്യൂസ് മോർണിംഗ് ആദ്യം കടക്കുന്നത്. വയനാട് മാനന്തവാടിയിൽ കർഷകനെ കൊലപ്പെടുത്തിയ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും തുടരും. ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംഘം പുലർച്ചെ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്നതിന് അനുസരിച്ച് മയക്കുവെടി വെക്കാനുള്ള RRT വെറ്റിനറി സംഘങ്ങളും കാടുകയറും. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഇന്നലെ രാത്രി 65ഓളം ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് നടത്തിയിരുന്നു. ഇന്നലെ 2 തവണ ആനയുടെ അടുത്ത് വനം വകുപ്പ് സംഘം എത്തിയിരുന്നെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളാൽ വെടിവെക്കാൻ സാധിച്ചിരുന്നില്ല. അതേസമയം ഇന്ന് വയനാട്ടിലെ ഏതാനും കർഷക സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹർത്താലിന് കർഷക കോൺഗ്രസും പിന്തുണ നൽകിയിട്ടുണ്ട്. ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. അനീസ്, ഈ ആളെക്കൊല്ലി ആനയെ പിടികൂടാനുള്ള ദൌത്യം ഇന്ന് 3ാം ദിനത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണോ? ഈ ദൌത്യം പുനരാരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോൾ അല്പസമയം മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവർ നൽകുന്ന റേഡിയോ കോളർ സിഗ്നലുകൾ അനുസരിച്ച് മയക്കുവെടി വിദഗ്ധരടക്കമുള്ള RRT അംഗങ്ങൾ, അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള സംഘം കാട്ടിലേക്ക് കയറിപ്പോകും. ഇതിനുശേഷമായിരിക്കും മയക്കുവെടി വെക്കുക. എന്തായാലും ഇപ്പോൾ സാഹചര്യം അനുകൂലമായിരിക്കും തുടങ്ങുന്നുണ്ട്. കാട്ടിലേക്ക് നിരീക്ഷിക്കാൻ പോയിട്ടുള്ള വനപാലകർ നൽകുന്ന റേഡിയോ കോളർ സിഗ്നലുകൾ അനുസരിച്ചായിരിക്കും ഇനി അടുത്ത നീക്കം. എന്തായാലും ഇന്നലെ 2 തവണ ആനയെ കാണാൻ കഴിഞ്ഞു. അതേസമയം മയക്കുവെടി വെക്കാൻ 1 തവണ മയക്കുവെടി വെച്ചെങ്കിലും അത് ആനയുടെ ശരീരത്തിൽ കൊണ്ടില്ല. അങ്ങനെ തലനാരിഴക്ക് ആന രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്നത്. മണ്ണുണ്ടി കോളനിയിൽ കാണുന്ന ആനയെ, മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെ വനമേഖലയിൽ കാണുന്ന ആനയെ അവിടെ വെച്ച് വെടിവെക്കില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കാരണം ഇത് മയക്കുവെടി കൊണ്ടാൽ ഉണ്ടാക്കാവുന്ന അപകടങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടതുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരു ലൊക്കേഷനിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അതിനെ പടക്കം പൊട്ടിച്ചോ മറ്റോ മാറ്റിയതിനു ശേഷമായിരിക്കും വെടിവെക്കുക. അതല്ലെങ്കിൽ അത് സ്വയം തന്നെയും മറ്റേതെങ്കിലും ലൊക്കേഷനിലേക്ക് എത്തിയാൽ അവിടെ വെച്ച് വെടിവെക്കാനാണ് സാധ്യത. എന്തായാലും ഇന്നത്തോടു കൂടി ഈ ദൌത്യം സഫലമാക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം 2-3 ദിവസമായി ഒരു കാട്ടാന ഈ ഭീഷണിയായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. വലിയ വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങുന്നില്ല. ചെറിയ മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ തുടങ്ങിയവ അപൂർവമായാണ് നിരത്തിലിറങ്ങുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഈ കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം വിജയത്തിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് വനപാലകർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ ദൌത്യം വിജയകരമാകാതിനെ തുടർന്ന് ജനങ്ങളുടെ രോഷം അണപൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രാവിലെ ഇതുപോലെ ഒരു 7:30 മണിയോടുകൂടി ഒരു മനുഷ്യൻ പനച്ചിയിൽ അജി എന്ന് പറയുന്ന അജീഷിനെ കാട്ടാന വീട്ടിൽ നിൽക്കെ ചവിട്ടിക്കൊന്നത്. അദ്ദേഹത്തെ കാട്ടാന എടുത്തെറിയുകയും അതിനുശേഷം ചവിട്ടുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി. ഇവിടെ ജനവാസ കേന്ദ്രയിൽ ചാലിഗദ്ദ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആന കാട്ടിലേക്ക് കയറിയെങ്കിലും ഉൾവനത്തിലേക്ക് കയറിപ്പോയിട്ടില്ല. അതോടുകൂടി തന്നെ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി അത് ഉൾവനത്തിൽ കയറിയാലും അതിനെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഇത് നേരത്തെ 1 തവണ പിടികൂടി കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് വിട്ടിട്ടുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് ഇനിയും അതിനെ കാട്ടിലേക്ക് തന്നെ വിട്ടാൽ വീണ്ടും അത് കാടിറങ്ങാനും അതുപോലെ നേരത്തെ ഇപ്പോൾ ഉണ്ടാക്കിയതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും. അത് ബുദ്ധിമോശമാകും എന്നതുകൊണ്ട് തന്നെ ആനയെ പിടികൂടുക, മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ് വനംവകുപ്പിന്റെ മുമ്പിലുള്ള ലക്ഷ്യം. എന്തായാലും ഇപ്പോഴും ഈ മണ്ണുണ്ടി ഭാഗത്ത് തന്നെയാണോ ഈ കാട്ടാനയുള്ളത്? വനം വകുപ്പിന് അത് സംബന്ധിച്ച്, അതായത് ഈ സിഗ്നലുകൾ ലഭിക്കുന്നതിന്റെ ഇടവേള അത് ഒരു പ്രധാന ഘടകമാണ്. ഈ ആനയെ നേരിട്ട് കാണാൻ തന്നെ കഴിയുന്നില്ല. അങ്ങനെ ആനയെ നേരിട്ട് കണ്ടാലേ ഉള്ളൂ ഈ മയക്കുവെടി വെക്കാനൊക്കെ സാധിക്കുക എന്നാണ് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന പ്രധാന കാരണങ്ങൾ. അതായത് തടസ്സം എന്നുള്ളത് അക്കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ സിഗ്നലുകളൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ടോ? ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും?
ഫാരിഷ, ഇപ്പോൾ വനത്തിനകത്ത് കയറിപ്പോയിട്ടുള്ള ആനയെ നിരീക്ഷിക്കുന്ന സംഘം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് RRT സംഘങ്ങൾ കാട് കയറുക. അവർ കാര്യമായി നിരീക്ഷിക്കുന്നത് ഇപ്പോൾ വനത്തിനകത്ത് നിന്ന് ആനയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ആനയുടെ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത്. നിലവിൽ അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അവർ ആന എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്ന മുറക്കാണ് RRT സംഘങ്ങളും വെറ്റിനറി ഡോക്ടർമാരടക്കം ഉള്ള മയക്കുടി വിദഗ്ധർ കാട്ടിലേക്ക് കയറുക. എന്തായാലും ഇപ്പോൾ മയക്കുടി വിദഗ്ധ സംഘം കാട് കയറിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ദൗത്യം പുനരാരംഭിക്കും. നിലവിൽ കാട്ടിനകത്തുള്ള സംഘാംഗങ്ങൾ നൽകുന്ന വിവരമനുസരിച്ചായിരിക്കും ഇത്തരം ഒരു ഓപ്പറേഷനിലേക്ക് കടക്കുക. രാവിലെ തന്നെ വനാതിർത്തിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവർ ഈ ആനയുടെ ലൊക്കേഷൻ അഥവാ ഈ റേഡിയോ കോളർ വിവരങ്ങളാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൾവനത്തിലേക്കോ കാട്ടിനുള്ളിലേക്കോ കയറിപ്പോകാൻ പരിമിതികളുണ്ട്. ഒന്ന്, ആളൊറ്റം ഉയരത്തിൽ നിൽക്കുന്ന അടിക്കാടുണ്ട് എന്നത് വലിയ പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ ഇത് മുള്ളു നിറഞ്ഞ അടിക്കാടാണ്. ഇതോടുകൂടി ആന എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കോടമഞ്ഞൊക്കെ ഉള്ള ഒരു സന്ദർഭം രാവിലെ പുലർച്ചെ കാട്ടിനകത്ത് ഇരുട്ടാണ്, വെളിച്ചം വീണ് തുടങ്ങുന്നേ ഉള്ളൂ. ഇത്തരമൊരു സന്ദർഭത്തിൽ കാട്ടിലേക്ക് കയറി പോകുക എന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുകൊണ്ട് ഏകദേശം ആനയെ നിരീക്ഷിക്കാനാണ്. ആനയെ നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല. അതേസമയം ആനയുടെ റേഡിയോ കോളർ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ട്, സിഗ്നൽ പരിശോധിച്ചുകൊണ്ട് 300 മീറ്റർ അകലെ ആന ഉണ്ടോ എന്ന പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടത്തുക. അത് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് മയക്കുവെടി വിദഗ്ധരടക്കമുള്ള ആളുകൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും. എന്തായാലും അത്യാവശ്യം ഈ വെളിച്ചം വീണതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോ ഈ പ്രദേശത്ത് വലിയ പ്രതിഷേധത്തിലാണ് വയനാട്ടുകാരുള്ളത്. ഈ ആനയെ പിടികൂടണമെന്ന കാര്യത്തിൽ തന്നെ, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് 3-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോഴും ആ പ്രതിഷേധത്തിനൊന്നും ഒരു അയവുമില്ല. അരിയസ് പറയുന്ന കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ വയനാട്ടിൽ കർഷക സംഘടനകളുടെ ഹർത്താൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത്? കടകമ്പോളങ്ങളൊന്നും ഇതുവരെയും തുറന്നിട്ടില്ലേ? എല്ലാം അടഞ്ഞു കിടക്കുക തന്നെയാണോ? നിലവിൽ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഓടുന്നത്. കടകമ്പോളങ്ങൾ തുറക്കാൻ സമയമാവുന്നേ ഉള്ളൂ, തുറന്നിട്ടില്ല. നിലവിൽ ചെറിയ ചില ചായക്കടകൾ കാണാറുണ്ടായിരുന്നു, പക്ഷെ അവയും ഇപ്പോൾ തുറന്നു കാണുന്നില്ല. എന്തായാലും ജനങ്ങൾ പൂർണ്ണമായും ഈ ഹർത്താലിനോട് സഹകരിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന് വേണ്ടിയല്ല, വർഷങ്ങളായി വയനാടൻ ജനത അനുഭവിക്കുന്ന ഒരു പ്രശ്നം മുൻനിർത്തിയാണ് ഇങ്ങനൊരു സമരം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമരമല്ല, ഒരു സ്വയം പ്രഖ്യാപിത ഹർത്താൽ. സ്വയം സന്നദ്ധരായി ജനങ്ങൾ സ്വമനസ്സാലെ ഹർത്താലിനോട് സഹകരിക്കുകയാണ് ചെയ്യുക എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചത്. RFR പോലെയുള്ള ഫാർമേഴ്സ് റിലീഫ് ഫോറം പോലെയുള്ള കർഷക സംഘടനകളാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. കർഷക കോൺഗ്രസും ഇതിന് ഈ ഹർത്താലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ചേട്ടാ, ഇന്നിപ്പോ ഹർത്താലാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു, നിങ്ങൾ ഇവിടുത്തെ ആളാണോ? എന്താ ഹർത്താൽ ഒരു അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ നാടിന് അനിവാര്യമാണ്. ഈ നാടിന് മാത്രമല്ല, ഈ ഒരു പ്രദേശത്തിൽ ഓൾറെഡി എന്താ പറയാ, ഇതിനു മുമ്പും ഇതേപോലെയുള്ള വന്യജീവി ആക്രമണങ്ങൾ. എന്ത് ചെയ്യുന്ന ആളാ? ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്വന്തം ജോലി ഒഴിവാക്കിയിട്ടും ഇന്ന് ഹർത്താലിനോട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അത് അനിവാര്യമാണ് ഈ ആവശ്യം. എന്താ വെച്ചാൽ ഇത് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. ഇപ്പൊ കർണാടകയിലൊക്കെ ഉള്ളതുപോലെ അവിടെയൊക്കെ ആന ക്രോസ് ചെയ്യുന്നതിന് പകരം ഈ മൈസൂർ ബോർഡറിലൊക്കെ പോയാൽ അറിയാം, റെയിൽവേ ട്രാക്കും കൊണ്ട് വേലി ഇതാക്കിയിട്ടൊക്കെ ഉള്ള സംഗതികളുണ്ട്. അപ്പൊ അതുപോലുള്ള ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് ഈ നാട്ടുകാരനായിട്ട് ആയതുകൊണ്ട് പറയാനുള്ളത്. എന്റെ ഷെഫീഖ്, കാട്ടിക്കുളത്ത് ഷെഫീഖാണ് ഇപ്പോ നമ്മോട് സംസാരിച്ചത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഹർത്താലിനോട് സഹകരിക്കുന്നത്. പൂർണ്ണ മനസ്സാലെ സ്വയം. തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കർഷകനെ കൊലപ്പെടുത്തിയ ആനയെ പിടികൂടണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വയനാട്ടുകാർ. എന്തായാലും ആ ദൗത്യം ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ട്രാക്ക് ചെയ്യാനുള്ള സംഘം പുലർച്ചെ തന്നെ വനത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇനി അവിടെ നിന്ന് സിഗ്നലുകൾ ലഭിക്കുന്ന വഴിയായിരിക്കും എപ്പോഴാണ്, എങ്ങനെയാണ് മയക്കുവെടി വെക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുക. ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.